ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം. വ്യക്തമായില്ല. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ഈ ന്യൂമറോളജി എന്തോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിത വിജയം ഓരോ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ നമ്പേഴ്സിന് ചില അക്ഷരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. അത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് വേറെ ടോപ്പിക്ക്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ന്യൂമറോളജി അനുസരിച്ച് പേര് മാറ്റിയ 2 തെലുങ്ക് ആക്ടേഴ്സിനെ കുറിച്ചാണ്. ലിസ്റ്റിലെ ഫസ്റ്റ് വൺ പ്രഭാസ് ആണ്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനാണ് പ്രഭാസ്. 2015 റിലീസായ ബാഹുബലി എന്ന സിനിമ പ്രഭാസിന്റെ കരിയറിനെ കംപ്ലീറ്റ്ലി മാറ്റി. റിബൽ സ്റ്റാർ ആയിട്ടിരുന്ന പ്രഭാസ് ആ ഒരൊറ്റ സിനിമ കൊണ്ടാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസ് ആയിട്ട് മാറിയത്. ആ പേര് ഇപ്പൊ പ്രഭാസിന് ഒരു ചുമട് തന്നെയാണ്. കാരണം ബാഹുബലിയുടെ വലിയ വിജയത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രഭാസിന്റെ എല്ലാ സിനിമകളും വിചാരിച്ച അത്രയും വർക്ക്ഔട്ട് ആയില്ല. സാഹോ, രാധേശ്യാം, ആദിപുരുഷ് ഇതൊക്കെ സമയമെടുത്ത് ചെയ്തതാണെങ്കിൽ പോലും ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയ സിനിമകളായിരുന്നു. അവസാനം ഇറങ്ങിയ സലാർ വിജയിച്ചു എങ്കിൽ പോലും ചിലർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ബട്ട് നല്ല ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ അഭിനയിക്കുന്ന പ്രഭാസിന് ഹിറ്റ് സിനിമകൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ന്യൂമറോളജി പ്രകാരം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ചെറിയ മാറ്റം വരുത്തി. പ്രഭാസ് എന്ന പേരിന്റെ കൂടെ ഒരു എസ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പ്രഭാസ് എന്നാക്കി. പ്രഭാസിന്റെ പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ സിനിമയായ രാജാ സാബ് എന്ന സിനിമയുടെ പോസ്റ്ററിലാണ് ഈ ഒരു മാറ്റം കാണുന്നത്. ഈ ലിസ്റ്റ് സെക്കൻഡ് വൺ നമ്മുടെ ചിരഞ്ജീവിയാണ്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി 1 കോടി രൂപ റെമ്യൂണറേഷൻ ആയിട്ട് വാങ്ങിച്ച ആക്ടറാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഹിറ്റുകൾ നൽകി പിന്നീട് കുറച്ചു കാലം അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിന്നിരുന്നു. 2006 റിലീസായ സ്റ്റാലിൻ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഹിറ്റ്. അതിനുശേഷം 9 വർഷം കഴിഞ്ഞിട്ടാണ് കത്തി എന്ന സിനിമയുടെ റീമേക്കായ കൈദി 150 എന്ന സിനിമ അദ്ദേഹം അഭിനയിച്ചു. ബട്ട് അത് വിചാരിച്ച അത്രയൊന്നും ഓടിയില്ല. അതിനുശേഷം റിലീസായ എല്ലാ സിനിമകളും ലൈനായിട്ട് ബോക്സ് ഓഫീസിൽ വലിയ ഫെയിലിയർ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിന് വേണ്ടി നമ്മൾ മലയാളത്തിൽ റിലീസായി ഹിറ്റായ ലൂസിഫർ എന്ന സിനിമയെ തെലുങ്കിൽ റീമേക്ക് ചെയ്തു. എന്നാൽ ആ സിനിമ തൊട്ട് അദ്ദേഹത്തിന്റെ പേര് ചിരഞ്ജീവി എന്ന പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഇ അദ്ദേഹം എക്സ്ട്രാ ആയിട്ട് കൂട്ടിച്ചേർത്തു.